നമസ്തേ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ഒരു ആക്ഷേപഹാസ്യ നീക്കമായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രസ്ഥാനം കോക്രോച്ച് ജനതാ പാർട്ടി. തൊഴിലില്ലായ്മയും ഭരണകൂടത്തോടുള്ള വിയോജിപ്പും ചർച്ചയാകുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനം വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. 2026 മെയ് 16 ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായ അഭിജിത് ദീപ്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയവുമായി രംഗത്തെത്തിയത്. ആം ആദ്മി പാർട്ടിയുമായി മുൻപ് ബന്ധമുണ്ടായിരുന്ന ദീപ്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ പ്രസ്ഥാനം പ്രഖ്യാപിച്ചതോടെയാണ് വിഷയം ദേശീയ തലത്തിൽ ചർച്ചയായത്. ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കാരണമായത് സുപ്രീം കോടതിയിൽ നടന്ന ഒരു വിവാദകരമായ പരാമർശമാണ്. 2026 മെയ് 15 സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകൾ എന്ന് ഉപമിച്ചതായി ആരോപണമുയർന്നു. ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെയാണ് അതിനെതിരെ ആക്ഷേപഹാസ്യ മറുപടിയായി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് രൂപം കൊണ്ടത്. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം, ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുക, യുവാക്കളുടെ പ്രശ്നങ്ങൾ ദേശീയ ചർച്ചയാക്കുക, രാഷ്ട്രീയ സംവിധാനത്തെ ആക്ഷേപഹാസ്യ രീതിയിൽ വിമർശിക്കുക തുടങ്ങിയവയാണ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. ദീപ്കെ വ്യക്തമാക്കിയതനുസരിച്ച് ഇത് ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, മറിച്ച് ഒരു സാമൂഹിക പ്രക്ഷോഭത്തിന്റെ രൂപമാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ CJP എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി. ചിലരിത് യുവാക്കളുടെ പ്രതിഷേധത്തിന്റെ ശക്തമായ പ്രതിഫലമായി കാണുമ്പോൾ മറ്റു ചിലർ ഇതിനെ രാഷ്ട്രീയ പരിഹാസം എന്ന നിലയിൽ വിമർശിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും വിഷയമുയർത്തിയ ചർച്ച ദേശീയ തലത്തിൽ വ്യാപകമാണ്. യുവജനങ്ങളിലെ അസന്തോഷം പുതിയ രീതികളിലൂടെ പുറത്തുവരുന്ന ഒരു സൂചനയാണിതെന്നും രാഷ്ട്രീയ സംവിധാനത്തോടുള്ള അവിശ്വാസം വർദ്ധിക്കുന്നുവെന്നതിന്റെ അടയാളമായി കണക്കാക്കണമിതെന്നുമാണ് വിവിധ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പരിഹാസമോ അല്ലെങ്കിൽ ഒരു ശക്തമായ പ്രതിഷേധമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഈ പ്രസ്ഥാനം വരും ദിനങ്ങളിൽ എങ്ങനെ രൂപം കൊള്ളുമെന്നത് ശ്രദ്ധേയമായിരിക്കും.